എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ചാനൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പെയിന്റിംഗ് ആണ്. ആ പെയിന്റിംഗിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇന്നത്തെ വീഡിയോ. ഏതൊരു പെയിന്റിംഗ് ചെയ്യുന്നതിന് മുൻപും ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്യാന്നുള്ളതാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പെയിന്റിങ്ങിൻ്റെ ഒരു പെൻസിൽ ഔട്ട്ലൈൻ സ്കെച്ചുമായിട്ടാണ്. നോർമലി ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കൂടുതലുള്ള പെയിന്റിങ്സും സ്കെച്ചസും ഒക്കെ കാണുമ്പോൾ ഓൺ ഫസ്റ്റ് ലുക്ക് നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. കാരണം ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് എലിമെൻസും ഇതെങ്ങനെ വരയ്ക്കുന്ന ഒരു ഐഡിയ കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും ബിഗിനേഴ്സിന്. ഞാനും അങ്ങനെ നിന്നിട്ടുള്ള ഒരു ടൈം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഡ്രോയിങ് ക്ലാസ്സസിനൊന്നും പോവാത്തൊരു ബിഗിനറിന് ഇങ്ങനത്തെ ഒരു ഡ്രോയിങ് ചെയ്യേണ്ടി വരുമ്പോൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നും ഇനീഷ്യലി തുടങ്ങാൻ തന്നെയുള്ള ഇൻഹിബിഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറായിട്ട് കാണിക്കാതെ വളരെ ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഒരു സ്റ്റെപ്സും ഒമിറ്റ് ചെയ്യാതെ തന്നെയാണ് ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ളത്. ഇതിന് മുൻപ് നിങ്ങൾ വരച്ച മ്യൂറൽ പെയിന്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ കഥകളിയുടെയും ഒക്കെ ഡ്രോയിങ് പോലെ തന്നെയാണ് ഇതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ എലിമെൻറ്റ്സ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ എലിമെൻറ്റും എളുപ്പമാണ്. വളരെ സിമ്പിളായിട്ടുള്ള എലിമെൻറ്റ്സ് ആണ്. അതിനെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു, അതിനെ മൈന്യൂട്ടായിട്ട് എങ്ങനെ ഡീറ്റെയിൽസ് ആക്കി മാറ്റുന്നു എന്നുള്ളതിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അയ്യോ ഇതിൽ കുറേ എലിമെൻറ്റ്സ് ഉണ്ട്, കുറേ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നതിന് മുൻപ് നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ഔട്ട്ലൈൻ സ്കെച്ചിങ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന്. ഈ A3 സൈസ് ഷീറ്റിൻ്റെ ഹാഫിൽ നിന്നാണ് ഞാൻ ഫേസ് വരച്ച് തുടങ്ങുന്നത്. അടുത്തത് ഇയർ ഓർണമെന്റ്സ്.
ക്രൗൺ എലിമെൻറ്റ്സ് വരയ്ക്കാം. ബാക്കി ഓർണമെൻറ്റ്സ് കൂടി വരച്ച് ഈ ഒരു സ്കെച്ച് കംപ്ലീറ്റ് ചെയ്യാം.
എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ എഴുതാൻ മറക്കരുത്. പിന്നെ പെയിൻറ്റിങ് വീഡിയോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിങ്. സോ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെയിൻറ്റിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൂടുതലുള്ള പെയിൻറ്റിങ്സിന് എപ്പോഴും ഞാൻ പെൻസിൽ സ്കെച്ചിൻ്റെ ട്യൂട്ടോറിയൽ സെപ്പറേറ്റ് ആയിട്ടും പെയിൻറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടാറ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ടാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോൾ. സോ നിങ്ങൾക്കും അത് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ സ്കെച്ചിങ് ആദ്യം ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് ചെയ്യുന്ന ആളുകളായിരിക്കും കൂടുതലും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് സ്കെച്ചിങ്ങും പെയിൻറ്റിങ്ങും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പിന്നീട് പെയിൻറ്റിങ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇടയിൽ നിന്ന് എടുത്ത് കാണാനും, അതുപോലെ തന്നെ ഒരു ഫുൾ വീഡിയോ, ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒറ്റ സ്ട്രെച്ചിൽ സ്കെച്ചിങ്ങും പെയിൻറ്റിങ്ങും കാണാനും ഒക്കെ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്കെച്ചിങ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് ഈ ട്യൂട്ടോറിയൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ കഥകളിയുടെയും ഒക്കെ വീഡിയോസ് നിങ്ങൾ കണ്ട് റീക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്ന പോലെ ഈ പെയിൻറ്റിങ്ങും നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്കെച്ചിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെയും ഒക്കെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. ഞാൻ കാണാൻ കാത്തിരിക്കുക. സ്കെച്ചിങ് എല്ലാം ചെയ്ത് എല്ലാവരും റെഡി ആക്കി വെക്കുക. നമുക്ക് പെയിൻറ്റിങ്ങും ഉടനെ തന്നെ ചെയ്യാനുള്ളതാണ്. പെയിൻറ്റിങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്.